കിച്ചൺ മാജിക്കിൻ്റെ മറ്റൊരു റൗണ്ടിലേക്ക് സ്വാഗതം. ഇത് മറ്റൊരു റൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതൊരു ഫൈനൽ റൗണ്ടാണ്. അപ്പോൾ പല പല റൗണ്ട്സിലൂടെ നമ്മൾ സഞ്ചരിച്ചു. സെമി ഫൈനൽ റൗണ്ട്സും നിങ്ങൾ കണ്ടു. നമ്മളുടെ മത്സരാർത്ഥികളുടെ എല്ലാവരുടെയും പാചക വൈദഗ്ധ്യം നിങ്ങൾ വിലയിരുത്തി കഴിഞ്ഞു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫൈനൽസ്. ഏതൊരു മത്സരത്തിനും ഫൈനൽസ് എന്ന് പറഞ്ഞാൽ അതിൻ്റേതായൊരു പ്രാധാന്യമുണ്ട്. എല്ലാവരും ഉറ്റുനോക്കുന്നത് ഈ ഒരു ദിവസത്തിലേക്കാണ്. ഫൈനൽസിൽ എങ്ങനെയായിരിക്കും മത്സരാർത്ഥികൾ പെർഫോം ചെയ്യുന്നത്? ഇതൊരു സസ്പെൻസ് ആണോ, അതല്ല ഇതെങ്ങനെയാണ് ഇത് നടക്കാൻ പോകുന്നത്? ഇതിൽ ആരായിരിക്കും 1, 2, 3 സമ്മാനങ്ങൾ വാങ്ങുന്നത്, ടോപ്പേഴ്സായി എത്തുന്നത്? ഇത്തരം കാര്യങ്ങളൊക്കെ അറിയണ്ടേ? നിങ്ങളുടെ എല്ലാ ആകാംക്ഷയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് നമ്മളുടെ എപ്പിസോഡ് തുടങ്ങുകയാണ്. അപ്പോൾ നന്നായിട്ട് സസൂക്ഷ്മം കാണുക, ആസ്വദിക്കുക. വെൽക്കം ബാക്ക് ടു ഹൗള സെലിബ്രിറ്റി കിച്ചൺ മാജിക്. കുറേ ആൾക്കാരുണ്ടായിരുന്നു, അതെല്ലാം കുറഞ്ഞു ഇപ്പോൾ 5. അപ്പോൾ അഞ്ജു അരവിന്ദും നിങ്ങളുടെ കൂട്ടത്തിൽ ഫൈനലിസ്റ്റ് ആയിരുന്നു, അല്ലെ 6 ഫൈനലിസ്റ്റുകളുണ്ടായിരുന്നു. പക്ഷേ അഞ്ജുവിന് വേറെ ചില സാങ്കേതിക കാരണങ്ങളാൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു തന്നെ. അഞ്ജു നല്ലൊരു കണ്ടസ്റ്റൻ്റ്, നല്ലൊരു കോമ്പറ്റീഷൻ ആയേനെ. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫൈനൽസ് എല്ലാ പ്രാവശ്യവും ഫൈനൽസ് നമ്മളിപ്പോൾ പല സീസൺസായിട്ട് കുക്കറി കോമ്പറ്റീഷൻസ് നടത്തുന്നുണ്ട്. ഫൈനൽസ് എപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്ന സാധാരണ റെസിപ്പി കൊടുത്തിട്ട് എല്ലാവർക്കും ഒരേ റെസിപ്പി ആയിരിക്കും തരുന്നത്, ഒരേ ഐറ്റമാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. ഇത് അതിൻ്റെ ഒരു എങ്ങനെയാണ് ടെസ്റ്റ് എന്ന് വെച്ചാൽ എല്ലാവരും തന്നെ ഇപ്പോൾ ഫൈനലിസ്റ്റുകളാണ്. അപ്പോൾ നിങ്ങളിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന ആരാണെന്ന് ആ ഒരേ സാധനം ചെയ്യുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ആ റെസിപ്പി അതേപാട് ഫോളോ ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ഒരേ റെസിപ്പി പലരും ചെയ്യുമ്പോൾ പല രീതിയിലായി വരാമല്ലോ. അപ്പോൾ ഏറ്റവും നന്നായിട്ട് ആ റെസിപ്പി പെർഫെക്ഷനിൽ കൊണ്ടുവരുന്ന ആൾ തന്നെ ആയിരിക്കും ഏറ്റവും സ്കിൽഡ് എന്ന് ഞങ്ങൾ വിലയിരുത്തും. അതാണ് അതിൻ്റെ ഒരു 5 participants and the same recipe. 2 ഐറ്റം ഉണ്ടാകും. 2ഉം സ്വീറ്റ്സ് തന്നെയാണ്. നമ്മൾ മധുരപ്രിയരാണ് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ശരിക്കും അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഒന്നൊരു ഇന്ത്യൻ സ്വീറ്റ് ആൻഡ് രണ്ടാമത്തത് ഇന്ത്യൻ സ്വീറ്റ് അല്ല, ഇറ്റ്സ് എ പേസ്ട്രി. ഒരു പേസ്ട്രി ഐറ്റമാണ്. ഇത്രയും ക്ലൂ മാത്രം ഇപ്പോൾ ആദ്യം പറയുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും. അതിൽ ആ പറഞ്ഞിരിക്കുന്ന ആ അളവിനുള്ള സാധനങ്ങളെല്ലാം തന്നെ ഉണ്ട് ഇവിടെ. അത് എടുക്കുക, സംഗതി ഉണ്ടാക്കുക. സമയം 2 റെസിപ്പിയാണ്, 2 hours ടൈം തരാം. ഓക്കെ, ഓരോ റെസിപ്പിക്കും ഓരോ മണിക്കൂർ കണക്കാക്കിയിട്ട് കറക്റ്റ് 2 hours at this time. ഫൈനൽസ് ആണ് നമ്മുടെ. Please stick on to the time. ഓക്കെ, കൊടുത്തു തുടങ്ങും. ക്വസ്റ്റ്യൻ പേപ്പർ എന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ശരി, ഇനി എന്ത് വേണം? ഓരോരുത്തരായിട്ട് വരിക. ഇതിൽ 2ഉം ഉണ്ട്. ഓക്കെ, എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞിട്ട് അനൗൺസ് ചെയ്യാം, സോ ദാറ്റ് പ്രേക്ഷകർക്കായിട്ട്. ഇതിലേക്കാണ് ഏറ്റവും സസ്പെൻസ്. എന്താണ് ലാസ്റ്റ് ആയി പോയല്ലേ വാങ്ങിച്ചത്? അപ്പോൾ നിങ്ങളുടെ റെസിപ്പീസ് 2ഉം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണ പറയും പ്രേക്ഷകരുടെ, അവരിങ്ങനെ ആകാംക്ഷയായിട്ടിരിക്കുകയാണ്, എന്താണ് ഇവരുടെ കൊടുത്തിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ, എന്താണ് ഇത്? ക്വസ്റ്റ്യനും ആൻസറും എല്ലാം അതിനകത്ത് ഉണ്ടല്ലേ? അതായത് റെസിപ്പിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. ഒൺലി തിങ് ഈസ് പ്രാക്ടിക്കൽ ടെസ്റ്റാണിത്. ഞങ്ങളുടെ ഫസ്റ്റ് റെസിപ്പി ഈസ് ഗുലാബ് ജാമുൻ. ഗുലാബ് ജാമുൻ വളരെ ഫേമസ് ആയൊരു ഇന്ത്യൻ ഡെസേർട്ടാണ്. സെക്കൻഡ് ഈസ് ചോക്ലേറ്റ് എക്ലേഴ്സ്. ഇതിൻ്റെ റെസിപ്പി കംപ്ലീറ്റ് പ്രൂവൺ, കറക്റ്റ് ടെസ്റ്റ് ചെയ്ത റെസിപ്പിയാണ്, ചേച്ചിയുടെ റെസിപ്പി തന്നെയാണ്. അപ്പോൾ അത് തന്നെ നിങ്ങൾ അത് ആസ് പെർ ദ റെസിപ്പി ഫോളോ ചെയ്താൽ മതി. ട്രൈഡ് ഔട്ട് റെസിപ്പിയാണ്, ഞാൻ ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ്, എൻ്റെ പുസ്തകത്തിലുള്ളതാണ്. സാധാരണ ഗുലാബ് ജാം നമ്മൾ മിക്സ് വാങ്ങിച്ചിട്ടാണ് ഇപ്പോൾ എല്ലാവരും എളുപ്പത്തിന് ചെയ്യുന്നത്. ഇതങ്ങനെയല്ല, അതിൻ്റെ മിക്സ് നിങ്ങൾ തന്നെ ഉണ്ടാക്കി നിങ്ങൾ തന്നെ ചെയ്യണം. അതിനുള്ള എല്ലാ ചേരുവകളും പറഞ്ഞിട്ടുണ്ട്, മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്, ഓക്കെ, ടൈം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുക. ഓൺലി തിങ് ഈസ് ഗുലാബ് ജാം, അതിൻ്റെ ആ ടെക്സ്ചർ എല്ലാ കാര്യങ്ങളും ടൈമിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മറ്റേ ചോക്ലേറ്റ് എക്ലേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെയാണ്. ബേക്കിങ്ങിൻ്റെ ആ ഒരു സമയത്തുള്ള എടുക്കേണ്ട പ്രിക്കോഷൻസ്, എല്ലാ കാര്യങ്ങളും, ആ ടെമ്പറേച്ചർ എല്ലാം, എവറിത്തിങ്, മിക്സിങ്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് അങ്ങനെ ഫോളോ ചെയ്താൽ മതി. അതിൽ കൂടുതൽ അത് ഇംപ്രൊവൈസ് ചെയ്യാനൊന്നും നോക്കരുത്. ഉള്ള സാധനം അതുപോലെ ചെയ്യാൻ നോക്കുക. സോ ദാറ്റ് യു വിൽ ഗെറ്റ് ദ കറക്റ്റ് റിസൾട്ട്.
ഓക്കെ. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. സാധനങ്ങളൊക്കെ ഇവിടെ all set to go അല്ലേ? സെറ്റ് ഗോ. ഗുലാബ് ജാമാണ് ആദ്യം തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ രണ്ടാളും ആദ്യം ഗുലാബ് ജാം, അവർ 3 പേരും ആദ്യം റോൾ ചെയ്യണം, ഷെയർ ചെയ്തല്ലേ? ആദ്യം ഒരു സെറ്റ് ആൾക്കാർ ഓവൻ ബേക്കിംഗ് ആദ്യം. ഓക്കെ, എല്ലാം കറക്റ്റ് മെഷർമെൻറ്റ് എടുക്കുകയാണ്. എടുത്തുകൊണ്ടിരിക്കുന്നു. പാകം കറക്റ്റ് ആയിരിക്കണം. പിന്നെന്താ വേണ്ടത്? ഇൻസ്ട്രക്ഷൻസ് അതുപോലെ ഫോളോ ചെയ്യും. സമയം ഓക്കെ. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, എന്തായാലും സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിൻ്റെ ഫൈനൽസിൽ എത്തി നിൽക്കുകയാണ്. ഇന്ന് ഞങ്ങൾക്ക് 2 ഐറ്റംസ് ചെയ്യാനായിട്ടുണ്ട്. രണ്ടും സ്വീറ്റാണ്, പ്രോഫിറ്റ് റോൾസ് ആൻഡ് ഗുലാബ് ജാമുൻ. ഞാൻ ആദ്യമായിട്ട് ഗുലാബ് ജാമുൻ ആണ് ട്രൈ ചെയ്യാറ്. ആദ്യം തന്നെ നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഇവിടെ ചേച്ചി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇൻസ്ട്രക്ഷൻസ് അതുപോലെ തന്നെ ഫോളോ ചെയ്യണമെന്ന്. അപ്പം ഞാനത് ഫോളോ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ആദ്യം തന്നെ 3 കപ്പ് വെള്ളത്തിൽ നമുക്ക് തന്നിരിക്കുന്ന 500 ഗ്രാംസ് ഓഫ് ഇത് പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഒരു കുഴിഞ്ഞ പാത്രം എടുക്കുക, അതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിക്കുക. ഇതാ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. Three cups of water. അതിലേക്ക് പഞ്ചസാര 500 ഗ്രാംസ്. വെള്ളം നല്ലോണം വെട്ടിത്തിളച്ചു. അതിലേക്ക് പഞ്ചസാരയും ഇട്ട് അലിയിച്ച് കഴിഞ്ഞു. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നാരങ്ങ നീരാണ്. നാരങ്ങ ഒരു 1/4 നാരങ്ങയുടെ നീര് ചേർത്താൽ മതി, കുറച്ച് മതി. അപ്പം ഒരു 2-3 തുള്ളിയേ വരുള്ളൂ. നാരങ്ങ നീര് ചേർത്തു. ഇനി 1/2 ടീസ്പൂൺ റോസ് വാട്ടർ, 1/2 ടീസ്പൂൺ റോസ് വാട്ടർ ആഡ് ചെയ്യും. സോറി, 1/2 ടീസ്പൂൺ റോസ് വാട്ടറാണ് ഞാൻ തെറ്റി നോക്കിയത്. അപ്പോൾ 1/2 ടീസ്പൂൺ റോസ് വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. തിളയ്ക്കുക. സിറപ്പ് റെഡിയായി. നമുക്കിനി ഈ സിറപ്പ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഗുലാബ് ജാമുൻ്റെ ശരിക്കും ഹാർട്ട്, അതായത് ആ ബോൾസ് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം. മൈദയിലേക്ക് ബേക്കിംഗ് പൗഡർ ചെയ്ത് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ മൈദ എത്ര വേണ്ടത്? 3 ടേബിൾ സ്പൂൺ മൈദ. 3 ടേബിൾ സ്പൂൺ മൈദ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുക്കണം. 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത്രയും ബേക്കിംഗ് പൗഡർ എടുത്തു. അതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി വേണ്ടത് ബേബി മിൽക്ക് പൗഡറാണ്. ബേബി മിൽക്ക് പൗഡർ 1 കപ്പ്. കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ. ഈ റെസിപ്പി നോക്കി ചെയ്യാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. റെസിപ്പി നോക്കിയാലും പിന്നെ എൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ ചെയ്യാറാണ് പതിവ്. ഇതിപ്പോൾ വലിയ ബുദ്ധിമുട്ട്. 100 പ്രാവശ്യം അതിലേക്ക് നോക്കണം, എന്നാലും മനസ്സിലാവണ്ടേ. കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. സോഡാപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ചേർക്കണം. എനിക്ക് ടെൻഷനായിട്ട് എൻ്റെ കൈയൊക്കെ വറക്കിടും. ഇനി ഈ ഒരു മിക്സ് കുറേശ്ശെ വെള്ളം ഒഴിച്ചൊരു 2 to 3
സ്പൂൺസ് 3 or 4 സ്പൂൺസ് വെള്ളം എടുത്തിട്ട് കുറേശ്ശെ മിക്സ് ചെയ്തെടുക്കണം. പൊടിക്ക് വലിയ മധുരമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഷുഗർ സിറപ്പിലേക്ക് ഇടുമ്പോഴാണ് ശരിക്കും അബ്സോർബ് ചെയ്തെടുക്കുന്നത്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത് വെള്ളമാണ്. ഇത് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് കുഴയുന്നില്ലല്ലോ നിഷ. കുഴഞ്ഞു വരുന്നുണ്ട്. എന്റെ കുഴയണില്ലല്ലോ. വെള്ളം 3 സ്പൂൺ ഒഴിച്ചു. 4 സ്പൂൺ ഒഴിച്ചു വെള്ളം. 4 സ്പൂൺ ഒഴിച്ചു. കുഴഞ്ഞു വന്നാ അങ്ങനെയാ? 4 സ്പൂൺ ഒഴിച്ചപ്പോൾ എത്രയാ? അപ്പം ഞാൻ അടുത്ത അളവ് കൂടിപ്പോയാ? വെള്ളം കൂടിപ്പോയോ? വെള്ളം കൂടിയില്ല. ഇച്ചിരി എണ്ണ ഒഴിക്കണം. ആ അതൊഴിച്ചോ? എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിച്ചാ? ഇനിയിപ്പോൾ ഒഴിക്കാലോ, ഒട്ടിയില്ലേ? ഇത് കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇത് ഒട്ടുന്ന പരുവാകുമ്പോഴത്തേക്കും കുറച്ച് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ശരിക്കും നമുക്ക് നല്ല ഉണ്ട ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റും.